ഇന്ത്യയെ കൊള്ളയടിക്കാൻ വന്നവരെയെല്ലാം നമ്മൾ വെറുപ്പോടെയാണ് ഓർത്തിരിക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിലെ തേനിയിൽ ഇന്നും കർഷകർ ദൈവങ്ങളുടെ കൂടെ ഒരു സായിപ്പിന്റെ ഫോട്ടോ വെച്ച് പൂജിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? തന്റെ കുഞ്ഞിനവർ പേരിടുന്നത് പെന്നി ക്വിക്ക് എന്നാണ്. കാരണം ബ്രിട്ടീഷ് സർക്കാർ കൈവിട്ടിട്ടും സ്വന്തം നാട്ടിലെ വീടും സ്വത്തും വിറ്റ് ആ പണം കൊണ്ട് ഇന്ത്യക്കാർക്ക് ജീവൻ നൽകിയ ഒരേയൊരു വെള്ളക്കാരൻ ഇദ്ദേഹമാണ്. ഇത് മുല്ലപ്പെരിയാറിന്റെ കണക്കുകളല്ല, ജോൺ പെന്നി ക്വിക്ക് എന്ന മനുഷ്യസ്നേഹിയുടെ ത്യാഗമാണ്. കഥയുടെ ആഴം മനസ്സിലാകണമെങ്കിൽ 1876 പോകണം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വരൾച്ച. മധുരയിലും രാമനാഥപുരത്തും കുടിവെള്ളമില്ലാതെ ജനങ്ങൾ പിടഞ്ഞു മരിച്ചു. ഒരുപിടി അരിക്കു വേണ്ടി സ്വന്തം മക്കളെ വിൽക്കാൻ തയ്യാറായ അമ്മമാർ. മറുവശത്ത് പെരിയാർ നദി ആർക്കും ഉപകാരമില്ലാതെ അഹങ്കാരത്തോടെ അറബിക്കടലിലേക്ക് ഒഴുകിപ്പോകും. ഈ കാഴ്ച പെന്നി ക്വിക്ക് എന്ന എഞ്ചിനീയറുടെ ഉറക്കം കെടുത്തി. അദ്ദേഹം തീരുമാനിച്ചു, ഈ പുഴയുടെ ഗതി ഞാൻ മാറ്റും. പക്ഷെ പെരിയാർ കാട് അന്ന് ഇന്നത്തെ പോലെയല്ല. മനുഷ്യൻ കാലുകുത്തിയാൽ മരണമുറപ്പുള്ള ഗ്രേവിയാർഡായിരുന്നു അത്. വിഷമുള്ള പാമ്പുകൾ, വിഴുങ്ങാൻ നിൽക്കുന്ന കടുവകൾ, അതിനേക്കാൾ വലിയ വില്ലനായി മലമ്പനി. ജോലിക്കാർ കൂട്ടത്തോടെ മരിച്ചു വീണു. എന്നിട്ടും തോൽക്കാൻ പെന്നി ക്വിക്ക് തയ്യാറായിരുന്നില്ല. പക്ഷെ പ്രകൃതി അവിടെയും കനിഞ്ഞില്ല. പണി പകുതിയായപ്പോൾ വന്ന ഭീകരമായ വെള്ളപ്പൊക്കം. കെട്ടിപ്പൊക്കിയ ഡാം ഒരു ചീട്ടുകൊട്ടാരം പോലെ കൺമുന്നിലൂടെ ഒഴുകിപ്പോയി. അതോടെ ബ്രിട്ടീഷ് സർക്കാർ കലിപ്പിലായി. ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പരിഹസിച്ചു. പെന്നി ക്വിക്ക്, നിങ്ങളൊരു മണ്ടനാണ്. കാട്ടിൽ കാശ് കളയാൻ രാജ്ഞിക്ക് താല്പര്യമില്ല. ഇനി ഇതിന് 1 രൂപ പോലും ഫണ്ട് തരില്ല. ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചേക്കും. ഏതൊരു മനുഷ്യനും അവിടെ വെച്ച് തകർന്നു പോകുമായിരുന്നു. പരാജയം സമ്മതിച്ച് മടങ്ങുമായിരുന്നു. പക്ഷെ പെന്നി ക്വിക്ക് ചെയ്തത് ചരിത്രമാണ്. അദ്ദേഹം ആരും അറിയാതെ കപ്പൽ കയറി ഇംഗ്ലണ്ടിലേക്ക് പോയി. സർക്കാർ പണം തന്നില്ലെങ്കിൽ വേണ്ട, അദ്ദേഹം തന്റെ കുടുംബ സ്വത്തുക്കൾ മുഴുവൻ വിൽക്കാൻ തീരുമാനിച്ചു. ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റു. ഒടുവിൽ താൻ ജനിച്ചു വളർന്ന തന്റെ വാർദ്ധക്യത്തിൽ അന്തി ഉറങ്ങേണ്ട കൊട്ടാരം പോലുള്ള വീട് പോലും അദ്ദേഹം വിറ്റു. ആ പണം മുഴുവൻ ചാക്കുകളിലാക്കി അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ ഒരിക്കലേ വരും, അത് മറ്റുള്ളവർക്ക് വേണ്ടിയാകട്ടെ. സ്വന്തം കീശയിലെ പണം കൊണ്ട് ചുണ്ണാമ്പും സുർക്കിയും ചേർത്ത് അദ്ദേഹം ആ ഡാം വീണ്ടും കെട്ടിപ്പൊക്കി. 1895 ഒക്ടോബർ മാസം അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്ന നിമിഷം. നൂറ്റാണ്ടുകളായി പടിഞ്ഞാറോട്ടൊഴുകിയിരുന്ന പെരിയാർ ആദ്യമായി കിഴക്കോട്ട് തിരിഞ്ഞു. മരുഭൂമി പോലെ കിടന്ന 2 ലക്ഷം ഏക്കർ സ്ഥലത്തേക്ക് ജീവജലം ഒഴുകിയെത്തി. അന്നവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് കർഷകർ ആകാശത്തേക്ക് നോക്കിക്കരഞ്ഞു. അവർ വിളിച്ചത് ദൈവത്തെ ആയിരുന്നില്ല, കൂമരക്കടവുളെ എന്നായിരുന്നു. ഇന്ന് നമ്മൾ മലയാളികൾ മുല്ലപ്പെരിയാറിനെ പേടിയോടെയാണ് കാണുന്നത്. പക്ഷെ അതിർത്തിക്കപ്പുറമുള്ളവർക്ക് അത് ജീവനാണ്. നമ്മൾ പേടിക്കുന്ന ആ ഡാമിനുള്ളിൽ ഒരു മനുഷ്യൻ വിട്ടഴിച്ച വീടിന്റെയും കറുത്തവന് വേണ്ടി വെളുത്തവനൊഴുകിയ കണ്ണീരിന്റെയും കഥയുണ്ട്. മധുരയിലെ പാടങ്ങളിൽ വിരിയുന്ന ഓരോ നെൽമണിയിലും കേണൽ ജോൺ പെന്നി ക്വിക്ക് എന്ന മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. ഇത് മായാക്കാഴ്ചകൾ.